ലോകം മുഴുവനും ആവേശത്തോടെ കാത്തിരുന്ന 2026 ഫിഫ ലോകകപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മൈതാനത്തെ പന്തുരുളലിനേക്കാൾ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് കൂട്ടത്തോടെയുള്ള ടിക്കറ്റ് റദ്ദാക്കലുകളെ കുറിച്ചാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് ഇത്തവണത്തെ ഫുട്ബോൾ മാമാങ്കം അരങ്ങേറുന്നത്. US നയങ്ങളിൽ പ്രതിഷേധിച്ച് ടിക്കറ്റുകൾ കൂട്ടത്തോടെ റദ്ദാക്കണമെന്ന ആഹ്വാനം ടൂർണമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ലോകകപ്പിന്റെ ടിക്കറ്റ് വിപണിയിൽ സംഭവിച്ചത് ആർക്കും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ്. 16,800-ലധികം പേരാണ് തങ്ങളുടെ ടിക്കറ്റുകൾ ഇതിനോടകം ക്യാൻസൽ ചെയ്തത്. ഇതിൽ ഭൂരിഭാഗവും നടന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ്. 180 മില്യൺ അപേക്ഷകൾ ടിക്കറ്റിനായി ലഭിച്ചെന്ന് ഫിഫ അവകാശപ്പെടുമ്പോഴും പുതിയ അപേക്ഷകരുടെ എണ്ണം കുത്തനെ ഇടിയുകയാണ്. ആകെ നടക്കേണ്ടുന്ന 104 മത്സരങ്ങളിൽ 78 എണ്ണവും അമേരിക്കയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരായുള്ള ഈ പ്രതിഷേധം ഫിഫയെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകർ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയതിന്റെ പ്രധാന കാരണം അമേരിക്കയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ പല വിവാദ നയങ്ങളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും ലോകമെങ്ങും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആരാധകർക്ക് US സുരക്ഷിതമല്ലെന്ന പ്രചരണവും സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. ഇതിനു പുറമെ സെനഗൽ, ഐവറി കോസ്റ്റ് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണങ്ങളും വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ബോയ്ക്കോട്ട് വേൾഡ് കപ്പ് എന്ന ഹാഷ്ടാഗ് ഇപ്പോൾ ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെയാണ് പടരുന്നത്. ടിക്കറ്റ് ക്യാൻസലേഷൻ കുതിച്ചുയർന്നതോടെ ഫിഫ അധികൃതർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുതിർന്ന ഭാരവാഹികളും ടൂർണമെന്റ് സംഘാടകരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഔദ്യോഗികമായ പ്രസ്താവനകൾ ഒന്നും ഇതുവരെ ഫിഫ പുറത്തുവിട്ടില്ലെങ്കിലും ആരാധകരുടെ ആശങ്കകൾ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള വഴികൾ അവർ ആലോചിക്കുന്നുണ്ട്. ടിക്കറ്റ് റദ്ദാക്കാൻ കടുത്ത നിബന്ധനകൾ ഫിഫ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധക്കാർ അതൊന്നും വകവയ്ക്കുന്നതേയില്ല. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ആതിഥേയ രാജ്യത്തെ രാഷ്ട്രീയ നിലപാടുകൾ കാരണം ഇത്ര വലിയ ബഹിഷ്കരണം നേരിടേണ്ടി വരുന്നത്.